ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മളുടെ ലാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ ഈ കസൂത്തി വർക്കിൻ്റെ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ വീഡിയോസ് എന്ന് കാണാം. ഞാൻ അനീഷ, എല്ലാവർക്കും അന്തരം ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇതിൽ ഞാനൊരു കാര്യം കൂടി പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ നോക്കുക, എൻ്റെ ത്രെഡ് തീരാറായിട്ടുണ്ട്. സോ നമ്മൾ എന്തായാലും എടുക്കുന്ന ത്രെഡ് ഈ ഒരു കംപ്ലീറ്റ് ഡിസൈൻ ചെയ്യാനായിട്ട് എന്തായാലും സാധിക്കില്ല. അപ്പോൾ കെട്ടിടുമ്പോൾ ബാക്ക് വശം എങ്ങനെ ചെയ്യണം എന്നുള്ളതും കൂടി ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ചെയ്യാതിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് ബാക്ക് ഈക്വലായിട്ട് വരില്ല. സോ അതുമാതിരി ഒന്ന് കാണിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഡയമണ്ട് ഷേപ്പായിരുന്നു, ഞാനതിങ്ങനെ തിരിച്ചു പോവുകയാണ്. ഇവിടെ തിരിച്ചു പോയി. ഇപ്പോൾ ഞാനിത് ഈ തിരിച്ചു പോകുന്ന ഭാഗത്ത് ഞാൻ കെട്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കുക, ഇത് തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്നത് ഞാൻ ഇവിടെ എടുത്തിട്ട് കെട്ടിടാതിരിക്കുക. തിരിച്ചു പോകുമ്പോൾ ഞാൻ ഇവിടെ കെട്ടിടുക. കാരണം എനിക്കിനി ഇവിടെ ഞാൻ കെട്ടിട്ട് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും കുത്തി പൊക്കിയെടുക്കാൻ പോകുന്നത് ഈ ഭാഗത്തു നിന്നായിരിക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഞാനിപ്പോൾ ഇവിടെ കുത്തിയെടുത്തിട്ടുണ്ട്. സോ കെട്ടിടുമ്പോൾ ഇതിനോട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുത്തി നിൽക്കുന്നതിനോ ചേർന്ന് നിൽക്കുന്ന ആ ലൈനിൽ എടുത്തിട്ട് കെട്ടിടാതിരിക്കുക. തൊട്ടടുത്ത് നമ്മൾ ഇനി സർക്കിളായിട്ട് പോകുമ്പോൾ എവിടെയാണോ ചെയ്യാൻ പോകുന്നത് അവിടെ കുത്തി എടുക്കുക. കാരണം നമുക്ക് ഇനി പൊക്കുമ്പോൾ ഒരു കോർണറിൽ നിന്നല്ലേ നമുക്ക് നൂല് അടുത്തത് കെട്ടിട്ടത്, ഇവിടെ കെട്ടിട്ട സാധനം ഇവിടെ വരുന്ന രീതിയിലായിരിക്കും നമ്മളിങ്ങനെ മുകളിലോട്ട് പൊക്കുക. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടതും ഇവിടെ നിന്ന് പൊക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു ലൈൻ ഞാൻ ഇവിടെ കെട്ടിട്ടിട്ട് ഇവിടെ കുത്തിപ്പൊക്കി എടുക്കുകയാണെങ്കിൽ ഈ ഒരു സ്പേസ് വേക്കൻ്റ് ആയിട്ട് കിടക്കും. അങ്ങനെ കിടക്കാതിരിക്കാനായിട്ട് നമ്മൾ കെട്ടിടുമ്പോൾ ഇവിടെ എടുത്തിട്ട് കെട്ടിടാൻ നോക്കുക. അപ്പോൾ അത് നമുക്ക് ക്ലോസ്ഡ് ആയിട്ട് തന്നെ കിട്ടും. നന്നായിട്ട് മുറുക്കി കൊടുക്കുക. അതിന് ശേഷം ഇത് കട്ട് ചെയ്തെടുത്തിട്ട് അടുത്തത് നമ്മൾ ഇവിടെ തന്നെയായിരിക്കും കെട്ടിട്ട് പൊക്കാൻ പോകണം. അപ്പോൾ ആ കെട്ടും ഒന്നിച്ച് തന്നെ വരും. ഇവിടെ ഒരു കെട്ട് അങ്ങനെയും ഇവിടെ നടുക്ക് ഗ്യാപ്പും വരാണ്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ആ ബാക്കും ഫ്രണ്ടും എക്സാക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു കെട്ട് മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് ബാക്കിയെല്ലാം നമുക്ക് സെയിം ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ അടുത്ത ത്രെഡ് ഞാൻ കെട്ടിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് കുത്തി പൊക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ എവിടെയാണോ കെട്ടിട്ടിരിക്കുന്നത് അത് ഞാൻ ഈ കൈ വെച്ചിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ അവിടെയാണ് കുത്തിയെടുക്കുന്നത്. ഇവിടെ കുത്തി എടുത്തിരിക്കുകയാണ്. നമ്മൾ തിരിച്ചു പോയതാണ്. ഇനി ഇവിടെയാണ് നമുക്ക് കുത്തി താഴ്ത്തി എടുത്ത് കുത്തി താഴ്ത്തി എടുക്കുന്നു. ഇവിടെ ഒരു കെട്ടുമാതിരി വന്നിരിക്കുന്നു കേട്ടോ. അതൊന്ന് ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ തുടങ്ങിയെടുത്തുനിന്ന് വന്ന് അവസാനിച്ച് ആ ഒരു സ്ക്വയർ ഷേപ്പിൻ്റെ അങ്ങോട്ടേക്ക് നമ്മൾ കൊണ്ടുവന്നു. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് കണ്ടാലോ. ഞാൻ ഇവിടെ നോക്കുക, ഈ ഒരു ഭാഗത്താണ് അത് കൈ പിടിച്ചിട്ടുണ്ട്. നോക്കുക, ഇവിടെ ആ രണ്ട് ഭാഗത്തും ആ കെട്ട് ഒന്നിച്ച് വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ കെട്ട് കണ്ടോ, ബാക്കി അതെല്ലാം ക്ലോസ്ഡ് ആയിട്ട് തന്നെ ആ കറക്റ്റ് ആ ഡയമണ്ട് ഷേപ്പ് നമുക്ക് ക്ലോസ്ഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കെട്ടിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമുക്കതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ളത് രീതിയിൽ കിട്ടുക. കെട്ടിടുകയാണെന്നുണ്ടെങ്കിലുള്ളതാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി ബാക്കി മൊത്തം കണ്ടിട്ട് വരാവേ. അപ്പോൾ നമ്മളിവിടെ സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ തിരിച്ച് ഈ ഒരു നടുക്കുള്ള ആ സ്ക്വയർ ഷേപ്പ് അങ്ങ് കംപ്ലീറ്റ് ചെയ്യുകയാണ്. നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഈ സൈഡിലൊക്കെ ഈ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതൊക്കെ നമുക്കങ്ങ് അഴിച്ച് കളയാം കേട്ടോ. ഈ എക്സ്ട്രാ ഉള്ള പീസൊക്കെ ഞാനിങ്ങ് കട്ട് ചെയ്ത് കളയുകയാണേ.
ഇനി ഇത് നമുക്ക് ഒരു ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനി എക്സ്ട്രാ ഈ സെയിം ഡിസൈൻ നമ്മൾ ഇനിയും ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഒരളവ് നമുക്ക് കിട്ടും. ഇതിൻ്റെ മുകളിൽ കൂടി കവർ ചെയ്തിട്ട് അത്രയും തന്നെ എടുത്താൽ മതിയാകും. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക, കൂടുതൽ ഈ ആദ്യത്തെ ഒരെണ്ണം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ എടുത്ത് തന്നെ നോക്കേണ്ടി വരും. കാരണം നമുക്ക് എത്രത്തോളം വേണ്ടി വരുമെന്നൊന്നും ഒരു പിടുത്തം ഉണ്ടാവില്ല. സോ മാക്സിമം അങ്ങോട്ട് കട്ട് ചെയ്ത് കളയുക. ബാക്കിയൊക്കെ നമുക്കിനി അഴിച്ച് കളയാനുള്ളതാണ്. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് കളയുന്നതായിരിക്കും നല്ലത്. മൊത്തം എല്ലാം അഴിക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അഴിക്കുന്നതിനെക്കാട്ടി ഈസിയാണല്ലോ. ആവശ്യമില്ലാത്ത ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞാൽ അത് വേഗം അങ്ങ് കഴിയും. ഞാനിതിപ്പോൾ ഫ്രെയിമിൽ നിന്ന് എടുക്കുന്നില്ല. ഓക്കെ, ഞാനിത് കെട്ടിട്ടില്ലല്ലോ. നോക്കുക, ഇതിൻ്റെ ബാക്ക് വശം നോക്കുക. ഇവിടെ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ടോ? ഈ ഒരു ഗ്യാപ്പ് കവർ ചെയ്യുന്ന രീതിയിൽ അവിടെ കൊണ്ടുവന്ന് കെട്ടിടുക. സോ ഇതാണ് ബാക്ക് വശം കാണുക. ഞാൻ വൃത്തിയായിട്ട് ബാക്ക് വശം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതിന് നമുക്ക് അഴിക്കുന്നതിന് നമുക്കൊരു ഇതുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഓരോന്നായിട്ട് ഇതിങ്ങനെ കളയുമ്പോൾ നോക്കിക്കേ, ഇവിടെ രണ്ടായിട്ട് കാണുന്നുണ്ടോ? ഇവിടെ ഈ ഒരു ത്രെഡ് രണ്ടായിട്ട് കാണുന്നുണ്ട്. സോ അതിൽ പിടിച്ച് വലിച്ച് കളയരുത്. ഇപ്പം ഞാനിപ്പോൾ വലിച്ചതെന്ന് പറയുന്നത് ഈ ഒരെണ്ണമുള്ളൊരു ഭാഗമാണ്. ഈ ഒരെണ്ണമുള്ളത് ഇങ്ങനെ വലിച്ച് കളയുക എന്ന് പറയുന്നത് ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഈസി ആയിട്ട് പോരും. ഡബിളുള്ള ഇത് വലിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര ഈസി അല്ല. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ ഇപ്പോൾ നോക്കിക്കേ, ഞാൻ ഈ ഒരു സൈഡ് എടുക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു ഡബിളായിട്ടുള്ളൊരു സൈഡാണ്. ഇപ്പോൾ ചെറുത് ചെയ്യാൻ അത്ര പാടുണ്ടാവില്ലെങ്കിലും മറ്റേ ഇത് കണ്ടോ, അത് വരാനായിട്ട് ഇച്ചിരി പാടായിരിക്കും. ഇത് 2 ത്രെഡായിട്ടായിരിക്കും ഉള്ളത്. അതിൽ വലിക്കാണ്ട് ഈ ഒരു ത്രെഡുള്ള ഭാഗം മാത്രം വലിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഈ വർക്ക് ചെയ്ത ഭാഗത്തു നിന്നാണെങ്കിൽ പോലും അത് സുഖമായിട്ട് നമുക്കിങ്ങനെ കണ്ടോ ഇതേപോലെ വലിച്ച് കളയാൻ പറ്റും. ഇതേമാതിരി എല്ലാം ഈ ഒരു ലൈനിലുള്ളത് എല്ലാം അങ്ങ് വലിച്ച് കളയുക. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ത്രെഡറില്ലേ, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സെൻറ്ററിൽ നിന്ന് ഇതേമാതിരി പിടിച്ചിട്ട് വലിച്ചെടുക്കുക. ഇത് പോയിൻറ്റഡ് ആയിട്ടുള്ളൊരു ത്രെഡർ നിങ്ങൾക്ക് കിട്ടുമല്ലോ, അത് യൂസ് ചെയ്യാൻ മതി. ഞാനിപ്പോൾ എടുക്കാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അത് കാണുന്നുണ്ടായിരുന്നില്ല. സോ ഇതങ്ങനെ അങ്ങോട്ട് വലിച്ച് ഓരോ സൈഡിൽ നിന്ന് പതുക്കെ വലിച്ച് കളഞ്ഞാൽ മതി. അത്ര ബുദ്ധിമുട്ടില്ലാണ്ട് തന്നെ വലിച്ച് കളയാം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യേണ്ട വർക്കൊക്കെ ഒന്നിച്ച് ചെയ്തതിന് ശേഷം പതുക്കെ ഇത് വലിച്ച് കളയുന്നത് ഞാൻ പിന്നെ ഒന്നിച്ചിരുന്ന് അങ്ങ് ചെയ്യാറ്. അല്ലാതെ അതിനായിട്ട് ഒരു ഡിസൈൻ ചെയ്തു പിന്നെ അത് വലിച്ച് കളഞ്ഞു അങ്ങനെയല്ല ചെയ്യുന്നത്. നോക്കൂ, ഒരു സൈഡിൽ നിന്ന് ഞാനിപ്പോൾ കൈ പിടിക്കാവുന്ന രീതിയിൽ ഒരു തുമ്പ് കിട്ടിയതിന് ശേഷം ഇതിങ്ങനെ വലിക്കുമ്പോൾ വരുന്നത് കണ്ടോ, അങ്ങനെ വരുന്നതാണ്. ഒന്നും കൂടി കാണിക്കാം. ഇത് ഒരു സൈഡിൽ നിന്ന് ഇതിപ്പോൾ ഞാൻ എടുത്തു, അന്നേരം ആ തുമ്പ് നമുക്ക് കയ്യിൽ കിട്ടി. പതുക്കെ അത് വലിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പൊട്ടിപ്പോയാൽ നമ്മൾ വലിക്കുന്നതിൻ്റെ പൊട്ടിപ്പോയാൽ ഒന്നും കൂടി അതിൻ്റെ ഒരു ഇതെടുക്കുക, ഇങ്ങനെ വലിച്ചെടുക്കുക. അപ്പോൾ അതങ്ങനെ പോയി കിട്ടും. സെൻറ്ററിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഒരു സൈഡും മറ്റേ സൈഡും അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് വലിച്ചെടുക്കാൻ പറ്റും. കണ്ടോ? അപ്പോൾ ഈ ഒരു നിൽക്കുന്ന ഭാഗം മാത്രം നമുക്ക് ഇങ്ങനെ കിട്ടും. അത് ലാസ്റ്റ് നമുക്ക് ഈ ഒരു വശം മൊത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വെറുതെ വലിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. ഈ ഒരു ഒറ്റ ലൈനുള്ള ത്രെഡ് വലിച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മൾ വർക്ക് ചെയ്തതിൽ പിടിച്ച് വലിക്കരുത് കേട്ടോ, ഇതായി പോവും, നൂലൊക്കെ വലിഞ്ഞു പോവും. ഈ ഒരു ത്രെഡിൽ തന്നെ മാത്രം പിടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം എന്തിനാ ഈ ചെക്കായിട്ടുള്ളൊരു ഫാബ്രിക് അല്ലേ അതിൽ വെച്ചിട്ട് നമുക്ക് ചെയ്തുകൂടെയെന്ന്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലായി, ചെക്കോട്ടയുടെ ചെക്ക് എന്ന് പറയുന്നത് അതൊരു സ്ക്വയർ ഷേപ്പിലൊന്നും അല്ല. അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ചെക്കില്ലാത്ത ഫാബ്രിക്കിലാണെങ്കിലും നമുക്കൊരു ഇത് വേണമല്ലോ. പിന്നെ മിക്കവരും ഈ ഡിസൈൻ വരച്ചിട്ട് ചെയ്യുന്നുണ്ട്. വരച്ചിട്ട് ചെയ്യാന്ന് പറയുമ്പോൾ അതിനെക്കാട്ടി കുറച്ചും കൂടി ഈസി ഇത് തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ അഴിച്ച് കളയണ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അത് ശരിക്കും ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഉള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് പൊട്ടിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇതേമാതിരി ഇതേപോലെ ഒരു സിസർ എടുത്തിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഗ്യാപ്പുള്ള ഭാഗങ്ങൾ നമ്മളൊന്ന് കട്ട് ചെയ്തൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്യാനായിട്ട് എളുപ്പമുണ്ടാവും. ഇത് കണ്ടോ, ഇതേമാതിരി ഒരു പൊട്ടിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് പൊട്ടിക്കുമ്പോൾ ഇപ്പോൾ ഈ എക്സ്ട്രാ ഉള്ളതൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ അത്രയും ഭാഗം കൂടി നമുക്ക് വലിക്കാൻ പാടുണ്ടാവില്ല.
കൈ പിടിക്കാവുന്ന രീതിയിലെടുക്കുക, വലിച്ച് കളയുക. അങ്ങനെ നമുക്ക് ഓരോ സൈഡായിട്ട് നമുക്ക് വലിച്ച് കളയാൻ പറ്റും. ഇതിപ്പോൾ ഞാനിതിങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്റ്റാൻഡിൽ തന്നെ ഈ ഒരു ഹൂപ്പിൽ തന്നെ ഇട്ടിരിക്കുന്നത്. കയ്യിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇതായിരിക്കും, നമുക്ക് കൈ പിടിച്ചിട്ട് അതങ്ങനെ പിടിച്ചിട്ടങ്ങ് എടുക്കാമല്ലോ. അങ്ങനെ ഓരോ സൈഡ് നമുക്കതങ്ങനെ ഈസി ആയിട്ട് വലിച്ചെടുക്കാൻ പറ്റും. നമ്മളത് ചെയ്ത് വരുമ്പോൾ അതത്ര പാടാവില്ല കേട്ടോ. രസമായിട്ട് തന്നെ ചെയ്ത് പോകാവുന്നൊരു ഇതാണിത്. കണ്ടോ, അങ്ങനെ വലിച്ച് കളയാവുന്നതാണ്. അതേമാതിരി വലിച്ച് കളയാവുന്നതാണ്. സോ ഞാൻ ഈ ഒരു ഭാഗത്തുള്ളതൊക്കെ വലിച്ച് കളഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഒറ്റ സ്റ്റാൻഡുള്ള ഒരു സൈഡ് മൊത്തം ഇതേമാതിരി നോക്കുക. ഞാനിപ്പോൾ ലാസ്റ്റത്തെ പീസൊക്കെ കളയുകയാണ്. ഇത് കളഞ്ഞതിന് ശേഷം ബാക്കിയുള്ളത് ഇതേപോലെ ഇങ്ങോട്ട് വലിച്ച് കളഞ്ഞാൽ മതി. ഞാനിതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ സൈഡിൽ കൂടി കട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞു. അത് കട്ട് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിന്ന് വലിച്ച് കഴിഞ്ഞാൽ എടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഈ ഇത്രയും ഇത് വരില്ല. ഒറ്റ വലിച്ച് തന്നെ ഈ ലാസ്റ്റ് ഈ ഭാഗം അങ്ങോട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. മറ്റേതുമാതിരി ചെയ്യാറില്ല ഞാൻ. പിന്നെ ഈസി ഓരോരുത്തർക്ക് ആദ്യത്തെ ഒരു ഈസിനെസ്സിന് വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, ഇടയ്ക്ക് കൂടിയൊക്കെ കട്ട് ചെയ്ത് കൊടുത്തോളാൻ. സോ നോക്കുക, ഞാനിതെല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ത്രെഡൊക്കെ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഫ്രെയിമിൽ നിന്നൊന്ന് മാറ്റാം. സോ ഫ്രെയിമിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡിസൈൻ. നോക്കുക, ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. നമുക്ക് ഇതേപോലെ തന്നെ എല്ലാ ഡിസൈനും ആ ഒരു റൂള് വെച്ചാൽ മതി, എൻ്റെ ആണെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത്. നോക്കുക, ഇതിൻ്റെ ബാക്ക് വശം ഇങ്ങനെയാണ്. ആ കെട്ടുകൾ മാത്രമാണ്, ആ 3 കെട്ട് കാണുന്നുണ്ടല്ലോ, 3 4 കെട്ട് വന്നിട്ടുണ്ട്. അത് മാത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത് സെയിം ആയിട്ട് തന്നെയായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ കെട്ടിടാണ്ട് ചെയ്യുന്നതാണെങ്കിൽ ഒട്ടും തന്നെ അറിയാൻ പറ്റില്ല ഇതിൻ്റെ ഫ്രണ്ട് ഏതാ ബാക്ക് ഏതാന്നുള്ളത്. അപ്പോൾ ഇതാണ് വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.